അധർമ്മം എവിടെ ജനിക്കുന്നുവോ അവിടെ ഞാൻ പുനർജനിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം കണ്ട തേരാളിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പൊന്നു ഗുരുവായൂരപ്പന്റെ ആചാരങ്ങളെ ആദി ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയെടുത്തു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അത് മനുഷ്യരെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. ഒരു തന്ത്രി ആയിക്കോട്ടെ, മേൽശാന്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശാന്തിമാരായിക്കോട്ടെ, സ്വയം ഭഗവാനെ അർച്ചന ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ഭഗവാനല്ലാതെ മറ്റൊരു ആശ്രയമില്ല. സ്വയം അർച്ചന ചെയ്തുകൊണ്ട്, സ്വയം ജീവനും ജീവിതവും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ പൊന്നു ഗുരുവായൂരപ്പനെ വേദനപ്പെടുത്തിയാൽ ആ ഭഗവാൻ കണ്ടു നിൽക്കുക, ഭഗവാൻ അങ്ങ് അവതരിക്കും. അവിടെ ജന്മപുലയോ മരണപുലയോ ആവട്ടെ, അവിടെ ഭഗവാൻ ഗുരുവായൂരപ്പനെ മാത്രമല്ല വേദനപ്പെടുത്തിയിരിക്കുന്നത്, നിലവിളക്ക് എന്ന ദേവസങ്കല്പത്തെ തന്നെയാണ്. ഒരു നിലവിളക്കിൽ അനേകായിരം ദേവീദേവന്മാർ അടങ്ങിയിട്ടുണ്ട്. അടിഭാഗത്ത് ബ്രഹ്മാവും, തണ്ടുഭാഗം മഹാവിഷ്ണുവും, മുകൾ ഭാഗം മഹാദേവനും, നാളം ലക്ഷ്മി ദേവിയും, പ്രകാശം സരസ്വതി ദേവിയും, നാളത്തിന്റെ ചൂട് പാർവതി ദേവിയും, എണ്ണ മഹാവിഷ്ണുവും, തിരി മഹാദേവനുമാണ്. അങ്ങനെ അനേകായിരം ദേവീദേവന്മാർ അടങ്ങിയ ഒരു ദേവസങ്കല്പമാണ് നിലവിളക്ക്. ആ നിലവിളക്കിനെ പോലും, ആ ദേവസങ്കല്പത്തെ പോലും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പനെ അവതരിച്ചു. ആ അവതരിച്ച കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഗുരുവായൂരിനെ അറിയാൻ സാധിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഗുരുവായൂർ ക്ഷേത്രം. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം കണ്ട തേരാളിയാണ് ആ ശ്രീലകത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ. അദ്ദേഹം അനീതി കണ്ടാൽ പുനർജനിക്കുന്ന ഭഗവാനാണ്. അനീതി കണ്ടാൽ നോക്കി നിൽക്കില്ല അദ്ദേഹം. അദ്ദേഹം